ജയിൽ മോചിതനായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പൊട്ടിച്ച ബോംബ് ഇതുവരെ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ബോംബായിരുന്നു. അരവിന്ദ് കെജ്രിവാൾ എന്ന രാഷ്ട്രീയക്കാരനിലെ ഒരു പ്രൊഫഷണൽ, അദ്ദേഹം രാഷ്ട്രീയക്കാരനായതാണ്. അദ്ദേഹം എന്താ പറയുക, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ വളരെ വലിയ ഉദ്യോഗത്തിൽ ഇരുന്നയാളാണ്. അദ്ദേഹം റവന്യൂ സർവീസിലെ ഒരു വലിയ ഉദ്യോഗസ്ഥനായിരുന്നു. ബദൽ നൊബൽ സമ്മാനമായ എന്നറിയപ്പെടുന്ന മാഗ്സസെ അവാർഡ് ജേതാവാണ്. IIT പഠിച്ച് പുറത്തിറങ്ങിയ നല്ല വിദ്യാസമ്പന്നനാണ്. അങ്ങനെയുള്ള കേജ്രിവാൾ നല്ല ഒന്നാന്തരം തന്ത്രജ്ഞനായ രാഷ്ട്രീയക്കാരൻ കൂടിയാണെന്ന് തെളിയിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ കേജ്രിവാൾ ചീട്ടാണ്, അല്ലെ ട്രേഡ് മാർക്കാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞത്, ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം പറഞ്ഞത്. അദ്ദേഹം പാർട്ടിക്കാരുമായി ആലോചിച്ചു. AAP നേതാക്കളുമായിട്ട് ക്ലോസ് ഡോർ മീറ്റിംഗ് കൂടിയിട്ട് അദ്ദേഹം ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. 2 ദിവസത്തിനകം താൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കും, അതിനുള്ളിൽ താനൊരു പിൻഗാമിയെ കണ്ടെത്തും എന്ന് ഇന്നലെ കേജ്രിവാൾ പ്രഖ്യാപിച്ചു. തികച്ചും അപ്രതീക്ഷിതമാണ്. BJPക്കാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അടി കിട്ടിയിരിക്കുന്നത്. ഇത്രയും കാലം 5-6 മാസത്തോളം തിഹാർ ജയിലിൽ അടച്ചു. അപ്പോൾ കേജ്രിവാൾ രാജിവെക്കേണ്ടി വരും, രാജിവെക്കുമെന്ന് കരുതിയ BJPയെയും സംഘപരിവാറിനെയും ഞെട്ടിച്ചുകൊണ്ട് കേജ്രിവാൾ രാജിവെച്ചില്ല. ജയിലിൽ കിടന്നുകൊണ്ട് താനാണ് ഇപ്പോഴും മുഖ്യമന്ത്രി എന്ന് തെളിയിച്ചുകൊണ്ടേയിരുന്നു. രാഷ്ട്രീയ എതിരാളികൾ ഡൽഹിയിലെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോകാത്ത കോടതികളില്ല. കേജ്രിവാൾ രാജിവെക്കണം, അല്ലെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന് കോടതി ആവശ്യപ്പെടണം. അപ്പം ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സുപ്രീം കോടതി ബെഞ്ചും പറഞ്ഞത് എന്താണ്? ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു മുഖ്യമന്ത്രിയോട് രാജിവെക്കണം എന്ന് പറയാൻ കോടതിക്ക് അധികാരമില്ല. അതിൻ്റെ അർത്ഥം ജനങ്ങളാണ് പരമോന്നത കോടതി എന്നാണ് സുപ്രീം കോടതി അടിവരയിട്ട് വിധിന്യായത്തിൽ പറഞ്ഞത്. അപ്പൊ കേജ്രിവാൾ രാജിവെക്കേണ്ടതില്ല. പിന്നെ അദ്ദേഹത്തിന് സ്വയം രാജിവെക്കണമെങ്കിൽ അദ്ദേഹത്തിന് രാജിവെക്കാം, അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ് എന്നാണ് കോടതി പറഞ്ഞത്. അവിടെയും BJP ചീറ്റിപ്പോയി, മോദി സർക്കാർ ചീറ്റിപ്പോയി. കേജ്രിവാളിനെ അധികാര കസേരയിൽ നിന്ന്, മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റാൻ സാധിക്കില്ല എന്ന് അദ്ദേഹം ബോധ്യപ്പെടുത്തി. കേജ്രിവാൾ BJPയെ ബോധ്യപ്പെടുത്തി. പിന്നെന്താ അദ്ദേഹം പറഞ്ഞ ന്യായം? ഞാനങ്ങനെ രാജിവെച്ചാൽ വേറെ പല മുഖ്യമന്ത്രിമാരും പിന്നെ രാജിവെക്കേണ്ടി വരും. കേസെടുത്താൽ കേന്ദ്രത്തിന്റെ ചട്ടുകമായ EDയും CBIയും കേസെടുത്താൽ, ഞാനിപ്പോൾ രാജിവെച്ച് പോയാൽ നാളെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും, കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും, ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഉൾപ്പെടെ പ്രതിപക്ഷ മുന്നണിയിലെ മുഖ്യമന്ത്രിമാർ രാജിവെക്കേണ്ടി വരും. അത്തരം ഒരു കീഴ്വഴക്കം ഞാൻ ഉണ്ടാകാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പൊരുതും, മുഖ്യമന്ത്രി സ്ഥാനം ഇപ്പൊ രാജിവെക്കില്ല എന്ന് ഒരു പുതിയ രീതി നടപ്പാക്കിയിട്ടാണ് അദ്ദേഹം തിഹാർ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഈ പ്രഖ്യാപനം അക്ഷരാർത്ഥത്തിൽ BJPയെയും ഞെട്ടിച്ചു, കോൺഗ്രസിനെയും ഡൽഹിയിൽ ഞെട്ടിച്ചു. എന്താണ് കേജ്രിവാൾ ഉദ്ദേശിക്കുന്നത്? വെരി സിമ്പിൾ. അതാണ് പൊളിറ്റിക്സ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. പുതിയൊരു മുഖ്യമന്ത്രി വരും, അത് മനീഷ് സിസോദിയയും ആവില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി. മുൻ ഉപമുഖ്യമന്ത്രി, ഏറ്റവും കൂടുതൽ വകുപ്പുകൾ കയ്യിൽ വെച്ച് ഭരിച്ച മനീഷ് സിസോദിയയും മുഖ്യമന്ത്രി ആവില്ല എന്ന് കേജ്രിവാൾ പറഞ്ഞു. അതെന്താ കാര്യം? മനീഷ് സിസോദിയയും വാഗ്ദാനം ചെയ്തു, പറഞ്ഞു ഞാൻ അങ്ങനെ മുഖ്യമന്ത്രി ആവാനില്ല. കേജ്രിവാൾ പറഞ്ഞ അതേ വാചകം അദ്ദേഹവും കടമെടുത്തു. അതായത് ജനങ്ങളുടെ മനസ്സറിഞ്ഞിട്ടേ ഇനി ഞാൻ മുഖ്യമന്ത്രി ആവാനുള്ളൂ, അല്ലെ അധികാര കസേരയിലേക്കുള്ളൂ എന്ന് കേജ്രിവാൾ പറഞ്ഞതുപോലെ സിസോദിയയും പറഞ്ഞിരിക്കുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അടുത്ത വർഷം 2025 ആദ്യം ഡൽഹിയിൽ അസംബ്ലി ഇലക്ഷൻ നടക്കുകയാണ്. അതിനകത്ത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ എന്തെങ്കിലും വിശ്വാസ്യത ജനങ്ങളുടെ ഇടയിൽ നഷ്ടപ്പെട്ടു പോയെങ്കിൽ, ഈ കേസും വഴക്കും കാരണം അത് തിരിച്ചു പിടിക്കാൻ കേജ്രിവാളും സിസോദിയയും ഇനി ഒരു വലിയ തേരോട്ടം ഡൽഹിയിൽ നടത്തുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അതുകൊണ്ടാണ് ഇപ്പൊ ഈ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ഇതിനെ നേരിടുക എന്ന് പറയുന്നത് BJPക്കും കോൺഗ്രസിനും വലിയ വെല്ലുവിളി ആയിരിക്കുമെന്ന് ഒരു സംശയവും ഇല്ലാതെ പറയാൻ പറ്റും. കേജ്രിവാൾ പുതിയ തുറുപ്പ് ചീട്ടിട്ടിരിക്കുകയാണ്. അത് കയറി പിടിക്കാൻ BJPക്ക് സാധിക്കുമോ? എങ്ങനെ കയറി പിടിക്കും? അപ്പോൾ ഇപ്പൊ വരാൻ പോണത് താരതമ്യേന ജൂനിയറായ സിസോദിയോ
അതുപോലെ സീനിയർ അല്ലാത്ത ഒരു മിഡിൽ ലെവൽ ജൂനിയറായ ഏതെങ്കിലും ഒരു മന്ത്രി അല്ലെ ഒരു നേതാവ് അടുത്ത ഡൽഹി മുഖ്യമന്ത്രിയാവും കുറഞ്ഞ ഒരു സമയത്തേക്ക്, ഒരു 6-7 മാസക്കാലത്തേക്ക്. പിന്നെ അവിടെ അസംബ്ലി ഇലക്ഷൻ വരാൻ പോവുകയാണ്. ഇതാണ് കേജ്രിവാളിൻ്റെ പുതിയ തന്ത്രം എന്ന് പറയുന്നത്. അപ്പം വളരെ പ്രായോഗിക മനസ്സുള്ള, പ്രായോഗിക ബുദ്ധിയുള്ള ഒരു രാഷ്ട്രീയക്കാരനായിട്ട് തന്നെ കേജ്രിവാൾ തുടരുന്നു എന്നതാണ് കേജ്രിവാളിൻ്റെ ഏറ്റവും വലിയ കഴിവെന്നാണ് ഈ ഒരു പുതിയ പ്രഖ്യാപനത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒരാൾ പോലും പ്രതീക്ഷിക്കാത്ത, ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞനും പ്രതീക്ഷിക്കാത്ത, കരുതാത്ത പ്രഖ്യാപനമാണ് കേജ്രിവാൾ നടത്തിയത്. ആരെങ്കിലും വിചാരിച്ചോ കേജ്രിവാൾ തിഹാർ ജയിൽ വിട്ടിറങ്ങി വന്നിട്ട് ഇത് പ്രഖ്യാപിക്കും, ഞാൻ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുമെന്ന് പ്രഖ്യാപിക്കുന്നു? ഇറ്റ്സ് എ പൊളിറ്റിക്കൽ സ്റ്റണ്ട് എന്ന് പ്രതിപക്ഷത്തിന് അല്ല BJPക്ക് കളിയാക്കാം, ഒരു പൊളിറ്റിക്കൽ ഗിമ്മിക്കാണെന്ന് കോൺഗ്രസിന് കളിയാക്കാം കേജ്രിവാളിനെ. ആയിക്കോട്ടെ, ഇത് പൊളിറ്റിക്സ് ആണ്. പൊളിറ്റിക്സിനകത്ത് ഗിമ്മിക്ക് വരും, സ്റ്റണ്ട് വരും, അടിയിടി തൊഴി ഇതെല്ലാം വരും, പാര വരും. ഇങ്ങോട്ട് കളിച്ച് അങ്ങോട്ടും കളിച്ചെന്നിരിക്കും. അത് പൊളിറ്റിക്സ് അങ്ങനെയാണ്. അത് കേജ്രിവാൾ കളിക്കുന്നു. കേജ്രിവാൾ മാത്രം കളിച്ചുകൂടാന്നുണ്ടോ? ബാക്കി എല്ലാവർക്കും കളിക്കാം. നരേന്ദ്രമോദിക്ക് കളിക്കാം, മറ്റുള്ളവർക്ക് കളിക്കാം. എന്താ കേജ്രിവാളിന് കളിച്ചൂടെ? ഗിമ്മിക്ക് കളിച്ചൂടെ? ട്രിക്സ് കളിച്ചൂടെ? ട്രിക്സ് കളിച്ചൂടെ? നിങ്ങൾ നേരിടൂ. ഇത് ജനാധിപത്യമല്ലേ? ജനങ്ങളുടെ വോട്ട് ചോദിക്കുക. അടുത്ത വർഷം അത് ഇലക്ഷൻ നടക്കുമ്പോൾ ആർക്കാണ് ജനങ്ങൾ വോട്ട് ചെയ്യാമെന്ന് തീരുമാനിക്കട്ടെ, ജനങ്ങൾ തീരുമാനിക്കട്ടെ. അപ്പോൾ കേജ്രിവാളും സിസോദിയയും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. വേറൊരു ജൂനിയർ ഒരാളെ മുഖ്യമന്ത്രിയായിട്ട് ഡൽഹിയിൽ അദ്ദേഹം കുടിയിരുത്തും. പിന്നെ അദ്ദേഹം പിൻസീറ്റ് ഡ്രൈവിംഗ് നടത്തുമെന്ന് ആക്ഷേപിക്കുന്നുണ്ട്. മുന്നിലൊരു പാവയെ വെച്ചിട്ട് പിന്നിരുന്ന് ഭരിക്കാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. എന്താ കുഴപ്പം? അത് അങ്ങേരാണോ ജീവിതത്തിൽ ആദ്യം ചെയ്തിട്ടുള്ളത്? കോൺഗ്രസ് ചെയ്തിട്ടില്ലേ? സോണിയാഗാന്ധി പിന്നെ ഇരുന്നിട്ട് മൻമോഹൻ സിംഗിനെ മുന്നിലിരുത്തി ഡ്രൈവ് ചെയ്ത ഭരണകൂടത്തെ പറ്റി മറന്നുപോയോ നമ്മൾ? UPA 1ഉം 2ഉം 10 കൊല്ലവും പിന്നെ ഇരുന്ന് വണ്ടി ഓടിച്ചാരായിരുന്നു? സോണിയാഗാന്ധി. മുന്നിൽ ഇരുന്നത് ആരാണ്? കോട്ടുവിട്ട് ഔദ്യോഗിക പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്. അവർക്കാവാം, BJPക്കാവാം. പക്ഷെ കേജ്രിവാളിന് അതൊന്നും പാടില്ല. പിൻസീറ്റ് ഡ്രൈവിംഗ് പാടില്ല. ഒന്ന് പോയി വേറെ പണി നോക്ക്. നിങ്ങളെല്ലാം ചെയ്തൊക്കെ തന്നെ അങ്ങനെ ചെയ്യുന്നു. പിന്നെ നിങ്ങളൊക്കെ ചെയ്യുന്നേക്കാൾ, കോൺഗ്രസ് BJP ഒക്കെ ചെയ്യുന്നതിനേക്കാൾ ഒരു പടി കൂടി കടന്ന് മുന്നോട്ട് ചെന്ന് വളരെ പോളിഷ്ഡായിട്ട് അത് കുറെ കൂടെ നടപ്പാക്കാനുള്ള കൂർമ്മ ബുദ്ധി ആർക്കുണ്ട്? അരവിന്ദ് കേജ്രിവാളിനുണ്ട് എന്ന് നമ്മൾ മറക്കാതിരിക്കുക. നമ്മളെന്ന് പറഞ്ഞാൽ ഞങ്ങളല്ല, BJPയും കോൺഗ്രസും മറക്കാതിരിക്കുക. കാത്തിരിക്കുക 2025 ഡൽഹി അസംബ്ലി ഇലക്ഷനിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു. അടുത്ത 6 മാസം വാച്ച് ചെയ്യുക.